നമ്മൾ എക്സിൽ അധികം യൂസ് ചെയ്യുന്നതാണ് മെർജ് ആൻഡ് സെന്റർ. ടേബിൾ ഹെഡ്ലൈൻസ് ഒക്കെ അറേഞ്ച് ചെയ്തതിന് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ചില കേസുകളിൽ ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് പണി കിട്ടാറുമുണ്ട്. ഈ ഒരു ടേബിളിൽ 4 മാസത്തെ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ഇതിൽ ഓരോ മന്തിൻ്റെയും ഗ്രാൻഡ് ടോട്ടൽ കിട്ടാൻ സം ബ്രാക്കറ്റ് ഓപ്പൺ ജനുവരിയിലെ കോസ്റ്റ് ഫുൾ സെലക്ട് ചെയ്യുന്നു. നമ്മളിത് സെലക്ട് ചെയ്യുന്ന ടൈമിൽ കംപ്ലീറ്റ് സെൽ സെലക്ട് ആവുന്നു. നമുക്ക് ജനുവരിയിലെ ഡാറ്റ മാത്രം മതി. എന്നാൽ ഈ ഒരു മെർജ് സെൽ കാരണം ഓൾ സെൽ സെലക്ട് ആവുന്നു. ഇനി ഇത് സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ ഇൻകറക്റ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് ആദ്യം ഈ 2 സെല്ലും അൺമെർജ് ചെയ്യാം. ദെൻ നമുക്ക് ഏത് റേഞ്ച് വരെയാണോ മെർജ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ഫോർമാറ്റ് സെൽ, അതിൽ അലൈൻമെന്റ് ടാബ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൊറിസോണ്ടൽ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് സെൻട്രൽ അക്രോസ് സെലക്ഷൻ, ദെൻ ഓക്കെ. ഇനി ജനുവരിയിലെ സം നോക്കാം. സം ബ്രാക്കറ്റ് ഓപ്പൺ ജനുവരിയിലെ സെൽ മാത്രം സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ്, ദെൻ എൻ്റർ. ഇനി ഇത് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യാം.